സംസാരിക്കുന്ന സമയത്ത് എഴുതുന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കൺഫ്യൂഷനാണ് ടെൻസുകളെ കുറിച്ചാണ് അല്ലേ. അപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ക്രിയ എങ്ങനെ നമുക്ക് ടെൻസുകൾ തെറ്റാതെ ഏറ്റവും ബേസ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു ക്രിയ ലിക്ക് എഴുതാ, ഞാൻ എഴുതാണല്ലോ അല്ലെ. ലിക്ക് എന്ന് പറഞ്ഞാല് എഴുതാന്നാണ് അർത്ഥം. ഇനി വേണമെങ്കിൽ അതിന്റെ മലയാളം എഴുതാം. ഈ കാര്യം തന്നെ ലിക്ക് താഹും, ഈ ലിക്ക് എന്നതിനോട് താ ചേർത്ത് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് എന്തായി? ലിക്ക് ലിക്ക് താഹേ എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. എന്താണ്? എഴുതുകയാണ്. എന്താ അർത്ഥം? എഴുതുക, എഴുതുകയാണ് എന്ന് വെച്ചാല് ടെൻസ് പ്രസന്റ് ആണ്, എഴുതുകയാണ്. ലിക്ക് താഹേ. ഇനി അതല്ല, ഇവിടെ നമ്മൾ എന്താണോ ചേർക്കുന്നത് അതിനനുസരിച്ചാണ് മാറ്റം. ഇവിടെ അതൊന്നും പറയുന്നില്ല. നമ്മൾ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ടെൻസ്. ലിക്ക് ലിക്ക് താഹേ എന്ന് പറഞ്ഞാൽ എഴുതുകയാണ്. ലിക്ക് രഹാഹേ എന്ന് പറഞ്ഞാലോ? ലിക്ക് രഹാഹേ. ലിക്ക് രഹാഹേ എന്ന് പറഞ്ഞാൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. എഴുതിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? ലിക്ക് രഹാഹേ, എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇനി ലിക്കൂങ്ക. ലിക്കൂങ്ക എന്ന് എഴുതിയാലോ? ലിക്കൂങ്ക എന്ന് പറഞ്ഞാൽ എഴുതും എന്ന് പറഞ്ഞാൽ എഴുതും, എഴുതിയിട്ടില്ല, നാളത്തെ കാര്യമാണ്, ഫ്യൂച്ചർ ആണ്. ലിഖ, അതോ? ലിഖ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. ലിഖ എഴുതി, എഴുതി. ഇനി ഇതുപോലെ നിങ്ങൾ മറ്റൊരു ക്രിയ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് വേഗത്തിൽ ഇങ്ങനെ തെറ്റ് സംഭവിക്കില്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത്. ഇപ്പൊ ഇവിടെ ലിക്ക് എഴുതിയില്ലേ, ഇതിന് പകരം ഞാൻ പട് എന്ന ക്രിയ എടുത്തു. പഠിക്കുകയാണ്. എന്താണ്? പട്, പഠിക്കുക. പടുത്താഹേ. ഇനിയിപ്പോ കുറെ പേര് തിരുത്താൻ വരും. അല്ല മിസ്, തെറ്റാണ്, പടുത്തീഹേ എന്നാണ് വരിക. ഓക്കെ, ഞാൻ പറയുമ്പോൾ പടുത്തീഹേ. ഇതൊരു ജെൻസ് ആണെങ്കിൽ, ഒരു മേലാണെങ്കിൽ എന്താണ്? താഹേ എന്ന് വരും. അപ്പോ ലിക്ക് താഹേ എന്നുള്ളതിന് പകരം പടുത്താഹേ. ലിക്ക് രഹാഹേ എന്നുള്ളതിന് പകരം പട് രഹാഹേ. എന്താണ്? പഠിച്ചുകൊണ്ടിരിക്കുന്നു. പടുങ്ക, പഠിക്കും അല്ലെ. പട, പഠിച്ചു. അതേപോലെയാണ് നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, നമ്മൾ ഇവിടെ ആരാണ് എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെ നിങ്ങൾ എഴുതിയാലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കറക്റ്റാണ്. ഇവിടെ മേ എന്നോ ഹം എന്നോ ഒക്കെ വരുത്തുമ്പോഴാണ് നമുക്ക് പല ചേഞ്ചുകൾ ഉണ്ടാവുക. ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞത്.